കെ.എൻ. ബാലഗോപാൽ ഇന്ന് അവതരിപ്പിച്ച ബജറ്റിനെ പറ്റിയാണ് നമ്മൾ ആദ്യം ഇന്ന് ചർച്ച ചെയ്യുന്നത്. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഈ ബജറ്റ് എന്ത് ചലനമുണ്ടാക്കും? ഭൂനികുതി കുത്തനെ കൂട്ടി എന്നതാണ് ഏറ്റവും പ്രധാനം. കോടതി വ്യവഹാരങ്ങൾക്കും ചെലവേറും. അതേസമയം സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും ബജറ്റ് കുറച്ചൊക്കെ ആശ്വാസം നൽകുന്നുണ്ട്. ഒരു ഗഡു ക്ഷാമബദ്ധ കൂടി സർക്കാർ പ്രഖ്യാപിച്ചു. ശമ്പള പരിഷ്കരണ തുകയുടെ 2 ഗഡു ഈ സാമ്പത്തിക വർഷം നൽകും എന്നാണ് ബജറ്റ് പറയുന്നത്. എന്നാൽ പുതിയ ശമ്പള പരിഷ്കരണ കമ്മീഷൻ ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടില്ല. അത്തരമൊരു പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് പലരും കരുതി, പക്ഷേ അതുണ്ടായില്ല. തുടർച്ചയായ 5ാം ബജറ്റിലും ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ ക്ഷേമ പെൻഷൻ ഉയർത്തിയില്ല എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. കേരള ജനതയ്ക്ക് വലിയ ആശ്വാസം തോന്നുന്നൊരു സന്തോഷ വാർത്ത പറഞ്ഞുകൊണ്ടാണ് 2025-26 വർഷത്തെ സംസ്ഥാന ബജറ്റ് പ്രസംഗം ആരംഭിക്കുന്നത്. സമീപ വർഷങ്ങളിൽ സംസ്ഥാന സർക്കാരിനെ ബാധിച്ച രൂക്ഷമായ ധനഞ്ഞെരുക്കത്തിൻ്റെ തീഷ്ണമായ ഘട്ടത്തെ കേരളം അതിജീവിച്ചിരിക്കുന്നു എന്നതാണ് ആ സന്തോഷ വാർത്ത. ഭൂനികുതി പരിഷ്കരണത്തിലൂടെ 100 കോടി രൂപയുടെ അധിക വരുമാനമാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത്. നിലവിലുള്ള നികുതി സ്ലാബുകളിൽ 50% വർധനവാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അടിസ്ഥാന നികുതി ഏറ്റവും കുറഞ്ഞ സ്ലാബ് നിരക്കായ ഒരാറിന് 5 രൂപ എന്നുള്ളത് 7.5 രൂപയായി മാറും. ഉയർന്ന സ്ലാബ് നിരക്കായ ഒരാറിന് 30 രൂപ എന്നുള്ളത് 45 രൂപയായും മാറും. ഇലക്ട്രിക് വാഹനങ്ങളുടെ നികുതി പുനഃക്രമീകരിക്കുമെന്നാണ് ബജറ്റിലെ മറ്റൊരു പ്രഖ്യാപനം. വിലയനുസരിച്ചായിരിക്കും നികുതിയിൽ മാറ്റം വരിക. 15 ലക്ഷത്തിന് മുകളിൽ വിലയുള്ള ഇലക്ട്രിക് കാർ വാഹനങ്ങൾക്ക് വാഹനവിലയുടെ 8%, 20 ലക്ഷത്തിന് മുകളിൽ വിലയുള്ള ഇലക്ട്രിക് വാഹനങ്ങൾക്ക് വാഹനവിലയുടെ 10% നികുതിയും, ബാറ്ററി വാടകയ്ക്ക് ലഭ്യമാക്കുന്ന ബാറ്ററി റെൻറ്റിംഗ് ഫെസിലിറ്റി ഇലക്ട്രിക് വാഹനങ്ങൾക്ക് വാഹനവിലയുടെ 10% നികുതി ഈടാക്കുന്നതാണ്. ഈ നികുതി വർധനയിലൂടെ 30 കോടി രൂപ അധിക വരുമാനം പ്രതീക്ഷിക്കുന്നു. 15 ലക്ഷത്തിന് മുകളിൽ വിലയുള്ള ഇലക്ട്രിക് വാഹനങ്ങൾക്ക് വാഹനവിലയുടെ 8% നികുതിയും, 20 ലക്ഷത്തിന് മുകളിൽ വിലയുള്ള ഇലക്ട്രിക് വാഹനങ്ങൾക്ക് വാഹനവിലയുടെ 10% നികുതിയും ഈടാക്കും. ഈ നികുതി വർധനവിലൂടെ 30 കോടി രൂപ അധിക വരുമാനം പ്രതീക്ഷിക്കുന്നു. കോൺട്രാക്ട് കാരേജ് വാഹനങ്ങളുടെ നികുതിയും പരിഷ്കരിച്ചിട്ടുണ്ട്. 15 വർഷം കഴിഞ്ഞ ബൈക്ക്, മുച്ചക്ര വാഹനങ്ങൾ എന്നിവ ഉൾപ്പെടെയുള്ള വാഹനങ്ങളുടെ നികുതി 50% വർദ്ധിപ്പിച്ചിട്ടുണ്ട്. തിരഞ്ഞെടുപ്പ് വർഷത്തിലും ക്ഷേമ പെൻഷൻ കൂട്ടുന്ന പ്രഖ്യാപനമില്ലാത്ത സംസ്ഥാന ബജറ്റായിരുന്നു ഇന്ന് അവതരിപ്പിച്ചത്. 2021 ധനമന്ത്രി തോമസ് ഐസക്കാണ് ക്ഷേമ പെൻഷൻ 1600 രൂപയായി കൂട്ടിയത്. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ LDF പ്രകടന പത്രികയിൽ പെൻഷൻ 2500 രൂപയായി വർദ്ധിപ്പിക്കുമെന്നായിരുന്നു വാഗ്ദാനം. എന്നാൽ 2ാം പിണറായി സർക്കാർ അധികാരത്തിലേറിയ ശേഷം ക്ഷേമ പെൻഷൻ 1 രൂപ പോലും കൂട്ടിയിട്ടില്ല. ഈ സർക്കാരിന്റെ അവസാനത്തെ സമ്പൂർണ്ണ ബജറ്റ് എന്ന നിലയിൽ ഇക്കുറി 100 രൂപയെങ്കിലും കൂട്ടുമെന്ന് ചിലരെങ്കിലും പ്രതീക്ഷിച്ചു. എന്നാൽ പെൻഷൻ കൃത്യമായി കൊടുക്കുന്നതിനാണ് മുൻഗണനയെന്ന കാഴ്ചപ്പാടാണ് ബജറ്റിൽ അവതരിപ്പിച്ചത്. 2ാം പിണറായി സർക്കാർ 5 വർഷം പൂർത്തിയാക്കുമ്പോൾ ചുരുങ്ങിയത് 50,000 കോടി രൂപയെങ്കിലും ക്ഷേമ പെൻഷനായി നൽകും. 2011-16 സർക്കാരിൻ്റെ 5 വർഷക്കാലം സാമൂഹ്യ സുരക്ഷാ പെൻഷനായി വിതരണം ചെയ്തത് 10,700 കോടി രൂപയുടെ 5 ഇരട്ടിയോളം വരും ഇപ്പോൾ ചെലവാക്കിക്കൊണ്ടിരിക്കുന്നത്. പ്രകടന പത്രികയിലെ വാഗ്ദാനം പാലിക്കാൻ കഴിയാത്തതിന് ധനമന്ത്രി ചൂണ്ടിക്കാണിക്കുന്ന കാര്യം സാമ്പത്തിക പ്രതിസന്ധിയാണ്. കേന്ദ്ര നയങ്ങൾ മൂലമുണ്ടായ വെട്ടിക്കുറവാണ് തടസ്സമെന്നും ധനമന്ത്രി വിശദീകരിച്ചു. LDF-ന്റെ പ്രകടന പത്രിക 2,500 രൂപയാക്കുമെന്ന് പറഞ്ഞിരുന്നു. പറഞ്ഞ കാര്യത്തിൽ നിന്നും പുറകോട്ട് പോകുന്ന പ്രശ്നമൊന്നുമില്ല. LDF-ന്റെ പ്രകടന പത്രിക തയ്യാറാക്കുന്ന സമയത്ത് കേരളത്തിന് ഇത്രയേറെ നമ്മുടെ പണം വെട്ടിക്കുറയ്ക്കുന്ന പരിപാടിയില്ലായിരുന്നു അവിടെ. അതിനുശേഷമാണ് 50,000 കോടിയിലധികം രൂപ വെട്ടിക്കുറച്ചത്. 24 തിരുവനന്തപുരം. ഈ ബജറ്റിനോട് എങ്ങനെയാണ് പൊതുജനം പ്രതികരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ജനവിരുദ്ധമായ ബജറ്റാണ്. ഇത് തള്ളിക്കളയണമെന്നാണ് ആമുഖമായിട്ട് സൂചിപ്പിക്കാനുള്ളത്. ഈ സർക്കാരിൻ്റെ അവസാനത്തെ ബജറ്റാണ്. ഇനി വോട്ട് ഓൺ അക്കൗണ്ട് മാത്രമേ അവർക്ക് കഴിയുള്ളൂ. എന്നിട്ട് പോലും ജനക്ഷേമപരമായിട്ടുള്ള, അതുപോലെ ഞങ്ങളെ പോലത്തെ ജീവനക്കാർ, അധ്യാപകന്മാരെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പ്രതിസന്ധിയുള്ള സാധനങ്ങളുടെ വില നിലവാരം ഗണ്യമായി വർദ്ധിച്ചു. 19% ഞങ്ങൾക്ക് ക്ഷാമബത്ത കിട്ടാനുണ്ട്. അതൊക്കെ കൊടുത്തു തീർക്കുമെന്നായിരുന്നു മുഖ്യമന്ത്രി നേരത്തെ പറഞ്ഞിരുന്നത്. പക്ഷേ അതിനെക്കുറിച്ച് ബജറ്റിൽ ഒന്നും പറയുന്നില്ല. അതുപോലെ തന്നെ 2024 11ാം ശമ്പള പരിഷ്കരണ കമ്മീഷൻ വെക്കേണ്ടത്. 2025 ആയിട്ടും കമ്മീഷനെ പോലും വെച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം. 5 വർഷം കൂടുമ്പോഴാണ് ഇത് പരിഷ്കരിക്കേണ്ടത്. ഇതൊക്കെ ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ തന്നെയാണ്. ക്ഷേമ പെൻഷൻ എന്ന് പറഞ്ഞിട്ടുള്ള വാക്കാലെ പറയുന്നത് കൊണ്ട് ജനങ്ങളിലേക്ക് ആ പ്രയോഗത്താൽ കിട്ടുന്ന കാണുന്നില്ല. ആ വാക്കുകൾ കൊണ്ട് പറഞ്ഞുകൊണ്ട് കാര്യമില്ല. പിന്നെ വിലവർദ്ധനകൾ ജനങ്ങൾക്ക് ഉതകുന്ന സാധനം ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. അതുകൂടെ നടന്നിട്ടില്ല. ക്ഷേമ പെൻഷൻ്റെ കാര്യത്തിൽ പൊതുവെ ജനങ്ങൾ ചോദിക്കുള്ളൂ. വേറെ കാര്യങ്ങളൊന്നും ഇപ്പോൾ ജനങ്ങളെ ശ്രദ്ധപ്പെടുന്നില്ല. അതാണിപ്പോൾ പ്രശ്നം. ഇനിയിപ്പോൾ നമ്മൾ നാളെ പേപ്പർ വായിച്ചെങ്കിൽ അതിൻ്റെ ഉള്ളടക്കം മനസ്സിലാവുള്ളൂ. ബാക്കിയുള്ള വിഷയങ്ങളെ പറ്റിയിട്ട് ഉള്ളടക്കം മനസ്സിലാവണമെങ്കിൽ നാളെ പേപ്പർ വായിക്കണം. സാധാരണക്കാർക്ക് ഉപകാരപ്പെട്ട എന്തെങ്കിലും ക്ഷേമനിധി കൂട്ടുക, അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങൾ ജനങ്ങൾ പ്രതീക്ഷിക്കുന്നു. അതൊന്നും വന്നില്ല. ബജറ്റ് ഇങ്ങനെ അവതരിച്ച് പോകൊണ്ട് നല്ല ജനങ്ങൾക്കായിട്ടൊരു ഉപകാരമുള്ളൊരു
ബജറ്റ് വന്നില്ല. സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ എല്ലാ ഗവൺമെൻറ് നൽകേണ്ടുന്ന എല്ലാ സേവനങ്ങൾക്കും 10 മടങ്ങ് സേവന ഫീസുകൾ വർദ്ധിപ്പിക്കുന്ന ഒരു പ്രവണതയാണ് ഈ കാലത്ത് കണ്ടുവരുന്നത്. അതുമാത്രമല്ല, ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം വിലക്കയറ്റം അതിൻ്റെ പാരമ്യതയിലെത്തി നിൽക്കുകയാണ്. നിത്യോപയോഗ സാധനങ്ങൾ വളരെ വില കുറച്ച് നൽകേണ്ടുന്ന സപ്ലൈകോ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളെ നോക്കുകുത്തികളാക്കുകയും ഗവൺമെൻറ് പൊതുവിപണിയിൽ ഇടപെടുന്ന സാഹചര്യങ്ങളെ നിലവിലില്ല. ആ സാഹചര്യത്തിലാണ് സാധാരണക്കാരുടെ നികുതി ഉൾപ്പെടെ വർദ്ധിപ്പിക്കുകയാണ്. ഇപ്പോൾ GST വർദ്ധിപ്പിച്ചുകൊണ്ട് കേന്ദ്രവും കേരളവും ഒരേപോലെ പിഴിയുന്നതിന് പുറമെ ഉൽപ്പന്നങ്ങൾക്ക്, ഇപ്പോൾ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ പോലുള്ള ഉൽപ്പന്നങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വലിയ തോതിലുള്ള നികുതിയും സാധാരണക്കാരെ വലിക്കുന്നത് തന്നെയാണ്.